25:1 മുതൽ 7 വരെ. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ടു പണ്ടേ ഉള്ളവയല്ലോ. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയ നിമിത്തം എന്നെ ഓർക്കണമേ. നോയിക്കേ, ഭക്തന്റെ പ്രാർത്ഥനയാണ്. 24-ാം അധ്യായം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കാണുന്നത് മഹത്വത്തിൻ്റെ രാജാവ് എന്നുള്ള വാക്യത്തോടെ അവസാനിക്കുമ്പോൾ 25-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ യഹോവേ, നിങ്കലേക്ക് ഞാൻ ആമേൻ മനസ്സ് ഉയർത്തുന്നു. സ്തോത്രം. നമ്മൾ ആരിലേക്കാണ് മനസ്സ് ഉയർത്തേണ്ടത്? നമ്മൾ ആരെയാണ് കൂടുതൽ ഉയർത്തേണ്ടത്? ആരെയാണ് നമ്മൾ പിന്തുടരേണ്ടത്? ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അതൊരു മനുഷ്യനാണെങ്കിൽ പരാജയമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവപൈതലിനെ ഫോളോ ചെയ്യുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ദൈവം മാത്രം. സ്തോത്രം. അത് ദാവീദ് നല്ലോണം അറിയാം. കാരണം ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി 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 പ്രതിസന്ധികൾ കടന്നു വന്നു. അവിടെ എല്ലാം താൻ പറയുന്ന ഒരു വാക്ക്, ഞാൻ പലപ്പോഴും ഈ സങ്കീർത്തന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ ദാവീദ് സാറേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത്രയും മനപ്രയാസത്തോടെ കാര്യങ്ങൾ സംസാരിക്കും? അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്. അദ്ദേഹം എന്താണെന്നറിയാൻ പറയുന്നത്, ഞാൻ വനാന്തരങ്ങളിൽ സ്വപ്നങ്ങളൊന്നും കാണാൻ വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ, അല്ലെങ്കിൽ പറയാനോ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഗുണമില്ല എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. പ്രൈസ് ദി ലോർഡ്. വല്ല ഗുണമുണ്ടോ? ഒരാട്ടിടയൻ അല്ലെങ്കിൽ ആടുകളെ മേയ്ക്കുന്നവൻ സ്വപ്നം കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അങ്ങനെ നിന്ന ഒരു മനുഷ്യനെ ആരാണോ തന്നെ ആ തലത്തിലേക്ക് മാറ്റിയത്, അവരുടെ മുൻപിൽ വച്ച് തന്നെ അഭിഷേകം ചെയ്തെടുത്ത ദൈവത്തെ ഒരിക്കലും അവൻ മറക്കാൻ താല്പര്യപ്പെട്ടില്ല. സ്തോത്രം. നമ്മളൊക്കെ ആണെങ്കിലോ എന്തെങ്കിലും ചെറിയ വേദനകൾ, ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്നിന് പ്രാർത്ഥിക്കണ്ട. അടുത്തൊരു വാക്കൂടെ ഉണ്ട്. എന്താണ്? പ്രാർത്ഥിക്കണ്ട. അടുത്തൊരു വാക്കൂടെ പറയാമോ? എന്താണ് പറയുന്നത്? മൂടില്ല. ഇന്ന് പള്ളിയിൽ പോകാൻ ഒരു മൂടില്ല. അല്ലെങ്കിൽ ഇന്നിപ്പം ആരാധിക്കാനുള്ളൊരു മൂഡ്, അത് നിർത്തണം. ആ വാക്ക് അത് ശരിയായ കാര്യമല്ല. ഇന്ന് എന്തോ ഒരു വല്ലാത്തൊരു മേലാഴി അല്ലേ? അതുകൊണ്ട് ഇന്നൊരു മൂടില്ല. അതങ്ങ് നിർത്തുക. നിങ്ങൾ ഇന്ന് എൻ്റെ ഞാൻ ഒരു വീഡിയോ ഇന്ന് ഒരു ക്ലിപ്പ് ഞാൻ ഇട്ടിരുന്നല്ലോ സ്റ്റാറ്റസിൽ. പണ്ടൊക്കെ ഞങ്ങൾ താമസിച്ച വീട്, അത് ഒറ്റ മുറി വീട്, ഇതുപോലെ ചോന്നൊലിക്കുന്നൊരു വീടിനകത്താട്ടോ. സ്തോത്രം. അതൊന്നും മറക്കാൻ പാടില്ല. നമ്മളെ കർത്താവ് കൊണ്ടുവന്നത് എങ്ങനെയാണ്? അതാണ് ശലോമോൻ ജ്ഞാനി പലപ്പോഴും പറയുന്ന ഒരു വാക്ക്, പണ്ടത്തെ അതിരുകൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. പലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. നടന്നു പോകുന്ന നമ്മെ ഒരു വാഹനത്തിൽ കയറ്റുമ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ഉയർത്തുമ്പോൾ നമ്മൾ പലപ്പോഴും ആരാധനയും തന്നെ പാടേ മാറിപ്പോകാറുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ദൈവത്തെ നമ്മൾ തേടിപ്പോയതല്ല. ആണോ? ആരെങ്കിലും ദൈവത്തെ തേടിപ്പോയോ? ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ദൈവത്തെ തേടിപ്പോയവർ? ഉണ്ടോ? ഞാൻ ദൈവത്തെ തേടിപ്പോയതാണെന്ന്? ഇല്ല. ദൈവത്തെ തേടിപ്പോയവരാരും ഇതിനകത്തില്ല. ഒരാൾ പോലും അനുഭവത്തോട് പറയുക, ആമേ നൂറുകണക്കിന് ബൈബിൾ കത്തിച്ച് ഞാനാണോ ദൈവത്തെ തേടിപ്പോയ ആൾ? അല്ലെങ്കിൽ പൗലൂസാണോ പോയത്? അല്ല. ദൈവം നമ്മെ തേടി വന്നതാണ്. ഉറപ്പായിട്ടും ആ ഒരു മനോഭാവം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പാടേണ്ട ഒറ്റ പാട്ട് ഇതേ ഉള്ളൂ, തേടി വന്നു. അടുത്ത വരി അറിയാമോ? ദോഷിയാമെന്നെയും
അല്ലേ? എന്നെയും നാഥ. ഈ ഒരു പാട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെയാണ് പാടേ. സ്തോത്രം. അല്ല തീ പോലെ ഇറങ്ങണമെന്നല്ല, ഇതൊക്കെയാണ് പാടുക. കാരണം നമ്മെ തേടി കണ്ടുപിടിച്ച് നമ്മുടെ അടുത്ത് വന്ന് നമ്മെ ചേർത്ത് പിടിച്ച് നമ്മെ അഭിഷക്തനാക്കി നമ്മെ ഇത്രയും ഉയർത്തിയ ദൈവത്തെ, ഈ സ്നേഹത്തെ വിട്ട് വേറൊരു സ്നേഹം ഇല്ലപ്പ ഈ ഭൂമിയിൽ. അത് നല്ലവണ്ണം അനുഭവിച്ച ആളാണ് ഞാൻ. എൻ്റെ അനുഭവത്തോടെയാണ് ഞാൻ പറയുന്നത്. ഒരു സ്നേഹവും ഇല്ല. മറ്റ് സ്നേഹമൊക്കെ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് അങ്ങോട്ട് പ്രാപിക്കാൻ വേണ്ടിയാ. നമ്മളിൽ നിന്ന് അങ്ങോട്ട് പ്രാപിക്കാൻ. ദൈവം നമ്മെ എങ്ങനെയെന്നറിയാമോ? എങ്ങനെയാ? കർത്താവിൽ നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാ നമ്മെ സ്നേഹിക്കുന്നത്. കർത്താവിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പ്രാപിക്കാൻ. മുമ്പേ അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടെ സകലതും ലഭിക്കുമെന്ന്. ഇതിൻ്റെ ഈ അധ്യായത്തിൻ്റെ അതിൻ്റെ ഹെഡിങ് തന്നെ ജയം ഘോഷിക്കുക. എന്നാൽ ദാവീദിന്റെ സങ്കീർത്തനം എഴുതിക്കുന്നത് ജയം ഘോഷിക്കുക, ജയം. ഈ സങ്കീർത്തനത്തിൽ ദാവീദിനോടുത്ത ജയം വലുതാണ്, ഭയങ്കര ജയമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അതിൻ്റെ 1-ാമത്തെ ആ വാക്യം മുതൽ നമ്മൾ വായിച്ചു. എന്നാൽ 8-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ദാവീദിന് ദൈവം കൊടുത്തിരിക്കുന്ന ആ പ്രാർത്ഥനാ ജീവിതം ഉണ്ടല്ലോ, ഭയങ്കര കേട്ടോ. 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ 14-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ പറയുന്നത് യഹോവ നല്ലവനും, അടുത്തെന്നറിയാമോ, നേരുള്ളവനും. നല്ലവൻ മാത്രമല്ല, പിന്നെ ആരാ? നേരുന്നു. സ്തോത്രം. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, പലപ്പോഴും എൻ്റെ ജീവിതം നോക്കാം, നേരില്ലാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ കള്ളം പറഞ്ഞ അവസ്ഥ വന്നിട്ടുണ്ടാവാം. ആമേൻ. ചിലപ്പോഴൊക്കെ ചിലയിടത്തൊക്കെ നമ്മൾ കള്ളം പറയാറുണ്ട്. ഞാൻ പറയാറുണ്ട് കേട്ടോ, ഞാൻ വിശുദ്ധനൊന്നുമല്ല. സ്തോത്രം. പക്ഷെ കർത്താവ് ആരെന്നറിയാമോ പറഞ്ഞേ? നേരുള്ളവൻ. നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മനുഷ്യൻ പറയുന്നതിനേക്കാൾ നമ്മോട് പറഞ്ഞത് നിവർത്തിക്കാൻ ദൈവം ശക്തനാ. ഈ ബൈബിൾ കോളേജ് പോലും അത് തന്നെയാണ്. ഒരു കൊച്ചുകുട്ടി, ഒരു 7 വയസ്സ് പ്രായം ഉള്ള കുട്ടി പ്രവചിച്ച് പറഞ്ഞ ദൂതാ അന്ന് 10-25 വർഷം മുമ്പേ. പക്ഷെ നിവർത്തിച്ചതുണ്ടോ? നിവർത്തിക്കാൻ ദൈവശക്തനാ. നമ്മൾ പാകമാകുമ്പോൾ, നമ്മൾ പാകമാകുമ്പോൾ, നമ്മൾ അതിന് പക്വതയായി എന്ന് ദൈവം നിശ്ചയിക്കും. സ്തോത്രം. പക്വതയായി എന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ക്ലാസിന്റെ അവസാനം ഞാൻ ഒരു അനുഭവം പറയാം. ഇപ്പോഴത്തെ ഒരു അനുഭവം ഞാൻ പറയാം. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കും. അത് 2026 ഈ 7-ാമത്തെ മാസത്തിലെ അനുഭവം മാത്രം. ഇന്നത്ര ദിവസമായെന്നറിയാലോ? 7 ദിവസം. ഇതിനകത്തുള്ളൊരു അനുഭവം പറയാൻ പോവാം. ഇപ്പോഴല്ല, ലാസ്റ്റ്. സ്തോത്രം. റെക്കോർഡിംഗ് ആയതുകൊണ്ടേ. പ്രൈസ് ദി ലോർഡ്. എഴുതിക്കോളൂ 1-2 പദം. പിന്നെയും പ്രാർത്ഥന തുടരുന്നു. പിന്നെയും പ്രാർത്ഥന തുടരുന്നു. മനസ്സുയർത്തുക, മനസ്സ് ഉയർത്തുക. കർത്താവിനോട് ചേർന്ന് നടക്കുക. യഹോവെങ്കിലേക്ക് തിരിയുക. യഹോവെങ്കിലേക്ക് തിരിയുക എന്നതാണ് സാധാരണയായി കൈക്കൊള്ളുന്ന പ്രാർത്ഥനാ സമയത്ത് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നത് ആത്മാവും ശരീരവും
പങ്കുചേരുന്ന പ്രാർത്ഥനയാണ് ഇത്, ഇതിന് സമാന്തരമായി ആശ്രയിക്കുന്ന ക്രിയ ആണ് പ്രാർത്ഥന. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം, വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ ആരാധിക്കുമ്പോൾ ഒന്ന് കൈ ഉയർത്തും, രണ്ട് അതിനേക്കാൾ വേഗത്തിൽ ഉയർത്തുന്നറിയാമോ? ഹൃദയത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം എത്രയെന്നറിയാമോ? ഇപ്പോൾ നമ്മുടെ ഹൃദയം എത്ര ഭാരം ഉണ്ടെന്നറിയാമോ? ഒരാളിന് പറയാമോ? ഹൃദയത്തിൻ്റെ ഭാരം വെയിറ്റ് എത്രയുണ്ടെന്ന് പറയാമോ? ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വെയിറ്റ് അല്ല, ഒരു മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിൻ്റെ വെയിറ്റ് ഒന്ന് പറഞ്ഞേ. ഇല്ലെങ്കിൽ ഞാൻ 100 പ്രാവശ്യം പൊസിഷൻ ഇടും. GNM ഉണ്ട്, BSc ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, ഇതിനകത്ത് ഓർത്തയുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. പെട്ടെന്ന് പറഞ്ഞോ. ഒരാൾ പറഞ്ഞ് അറിഞ്ഞൂടാന്ന്. പറഞ്ഞോ എത്ര ഉണ്ട് ഹൃദയത്തിൻ്റെ ഭാരം? ഒരു മനുഷ്യ ശരീരത്തിൽ മുകളിലോട്ട് നോക്കി എഴുതി വെച്ചിരിക്കണമെന്ന് കമല സിസ്റ്റർ. പെട്ടെന്നാവട്ടെ. കമല സിസ്റ്റർ പോട്ട് വിട്ടേക്ക്. നമ്മുടെ സരിത സിസ്റ്റർ എന്ന് പറഞ്ഞേ. പെട്ടെന്നാവട്ടെ. ഹൃദയത്തിൻ്റെ ഭാരം ഞാൻ 300 പ്രാവശ്യം ശുശ്രൂഷ ചെയ്യലാത്ത പഠിച്ചിട്ട് പോകണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ 350 ഗ്രാം 350 ഗ്രാമാണ് ഹൃദയത്തിൻ്റെ ഭാരം. എന്നാൽ ഇപ്പം തൂക്കി നോക്കി, ഇപ്പോൾ തൂക്കിയ ചിലരുടെ ഭാരമൊക്കെ ഇപ്പോൾ 100-നൊക്കെ മേളിൽ പോവും. ഇപ്പോൾ തൂക്കിക്കഴിഞ്ഞാൽ കൈ ഉയർത്തുന്നുണ്ട്. എന്നാ പോട്ടെ, തലയുടെ ഭാരം ഒന്ന് പറഞ്ഞേ. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. തലച്ചോറിൻ്റെ ഭാരം. നമ്മുടെ അനിൽ സഹോദരൻ വെറുതെ ഇരിക്കുകയല്ലേ? പറഞ്ഞോ. അനിൽ ആവശ്യത്തിനെ പറഞ്ഞോ. പുള്ളി മൈക്ക് ഓൺ ചെയ്തിട്ട് പിന്നെ ഓഫ് ചെയ്ത് കളഞ്ഞു. തലച്ചോറിൻ്റെ ഭാരം. പ്രൊഫസറെ, ഇപ്പോഴത്തെ ഭാരമല്ല, നോർമലി ഭാരം. രാജസിസ്റ്ററെ, അയ്യോ പുണ്യവെള്ളം തളിക്കും പോലെ ഇങ്ങനെ കാണിക്കുന്നു. അറിയില്ല എന്ന്. 1.25 കിലോ ഉള്ള തലച്ചോറിനകത്താണ് ഇപ്പോൾ കയറ്റി വെച്ചു 50 കിലോ വെയിറ്റ്. അതങ്ങ് ഇറക്കി വെക്ക്. കർത്താവ് പറഞ്ഞതിൻ്റെ ഭാരം യഹോവയിൽ ഇറക്കി വെക്കാനാ. അപ്പൊ ദാവീദിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഭയങ്കര വേദനയാ. ഈ 400 അല്ലെങ്കിൽ 350 ഗ്രാമുള്ള ഈ ഹാർട്ടിനകത്തിരിക്കുന്ന അറകൾ എത്രയെന്നറിയാമോ? ഇതിപ്പോൾ എല്ലാം പഠിപ്പിക്കേണ്ടിയുണ്ടല്ലോ, അതവിടെ വിട്ടേക്കാം, സയൻസ് പോട്ടെ. അപ്പോൾ ദാവീദിന്റെ മനസ്സിനകത്തിരിക്കുന്ന ഭാരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. 8 അറയുണ്ട് കേട്ടോ.
ഈ 8 അറയ്ക്കകത്ത് എത്ര അറ ഭർത്താവിന് തുറന്നു കൊടുത്തെന്ന് അറിയാമോ? ആരെങ്കിലും പറയോ എത്ര അറ ഭർത്താവിന് കൊടുത്തിട്ടുണ്ട്? ഈ 8 അറയിൽ എത്ര അറ ഭർത്താവിന് തുറന്നു കൊടുത്തു? ഹലോ സഹോദരിമാരെ, സഹോദരന്മാരെ, ഭാര്യയ്ക്ക് എത്ര അറ തുറന്നു കൊടുത്തു? പാസ്റ്റേ, ഒരറയുടെ പകുതി. അത് കൊടുത്തപ്പോഴേ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, പിള്ളേളിൽ ഫുള്ള്. ഒരറയുടെ പകുതിയുടെ പകുതി പാസ്റ്റേ തുറന്നതുപോലെ ഇവർ അടയ്ക്കാൻ പോലും പറ്റാതായി നിറഞ്ഞു പോയി. അത് നിറഞ്ഞ് ബാക്കി കൂടെ തുറന്നെങ്കിൽ തീർന്ന്. അനീസഹോദരനെ കാണാനില്ലല്ലോ. സ്തോത്രം. അപ്പോ കരങ്ങൾ മാത്രമല്ല, ഹൃദയങ്ങൾ കൂടെ ഉയർത്തി ദൈവത്തിങ്കലേക്ക്. സ്തോത്രം. അടുത്തത് എഴുതിക്കോളൂ. സ്തോത്രം. ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നതാണ്, ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നത് ആണ് സമർപ്പണത്തിൻ്റെ ഉയർച്ചയോട് ചേർന്ന പ്രാർത്ഥന. ബ്രാക്കറ്റിൽ ആശ്രയിക്കുന്നത് മൂലം കൈവരിക്കേണ്ടത് ശത്രുക്കളുടെ മുന്നിൽ ലജ്ജിക്കാൻ ഇടയാക്കുകയില്ല. ശത്രുക്കളുടെ മുൻപിൽ ലജ്ജിക്കാൻ ഇടയാക്കുകയില്ല. ദൈവത്തിൻ്റെ ആളത്വം ഓക്കെ വാവേ. ദൈവത്തിൻ്റെ ആളത്വം തൻ്റെ പരാജയമായ തൻ്റെ പാപ സ്വഭാവങ്ങളിൽ കൂടി ദൈവത്തിൻ്റെ ആളത്വത്തെ തൻ്റെ ജീവിതത്തിലേക്ക് പാപം മുഖാന്തരം അതിനെ ഇല്ലാതാക്കി. ദൈവത്തിൻ്റെ ആളത്വം എന്ന് പറയുമ്പോൾ ഈ ആളത്വം ഭയങ്കരമായിട്ടോ. ഇപ്പം നമ്മൾ പറയാറില്ലേ, നമ്മളുടെ കൂടെ ഒരാളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ, നമ്മെ താങ്ങുമായിരുന്നല്ലോ. ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വിജയം കൈവരിക്കേണ്ട തൊട്ടു മുൻപിൽ തൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തി കടന്നു വന്നു. പാപത്തിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതായി. പാപ ശരീരത്തിലേക്ക് ഈ പാപം കയറിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പാപികളാണ്. പക്ഷേ കർത്താവ് രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. ഇനിയും നമ്മൾ പാപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, വ്യഭിചാരം മാത്രമല്ല പാപം കേട്ടോ, അത് പാപം അല്ലെന്നല്ല, വ്യഭിചാരം മാത്രമല്ല പാപം, അത് ചിന്തിക്കരുത്. ന്യായപ്രമാണത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കുന്നതാണ് പാപം. അത് നിഷ്പാപ യുഗമെന്ന ആ യുഗാന്തര സത്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ
മിക്കവാറും അടുത്ത ബാച്ചിൽ അതുണ്ടാകും, നിഷ്പാപയുഗം, യുഗങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ യുഗങ്ങളിൽ പഠിക്കുമ്പോൾ ഒരു മനുഷ്യനെ തൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞു വച്ചുകൊണ്ട് പിന്നെ മനഃപൂർവ്വമായി നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആളത്വത്തെ മനഃപൂർവ്വമായി നമ്മളിൽ നിന്ന് പാപം അകറ്റി നിർത്തുകയാണ്. എൻ്റെ അടുത്തൊരു മതിൽ നിൽപ്പുണ്ട്. ഈ മതിലിൻ്റെ അപ്പുറത്ത് എന്താണ് എന്ന് എനിക്കേ അറിയാവൂ, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ഞാൻ അപ്പുറം കണ്ടു. പക്ഷേ ആ മതില് ഞാൻ ദൈവത്തെ അറിഞ്ഞ ശേഷം എൻ്റെ മുമ്പിൽ നീ മതിൽ എന്ത് ചെയ്തു? നടുച്ചുവരി ഇടിച്ച് സ്വതന്ത്രമായി. പക്ഷെ പിന്നെയും പിന്നെയും ഞാൻ ആ ചുമരിനെ കെട്ടിപ്പൊക്കിയാൽ ദൈവത്തിന് എന്നിലേക്ക് വരുവാനുള്ള ആളത്വത്തെ, എനിക്ക് ആ സ്പർശനത്തെ അനുഭവിക്കാൻ കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? നാം കർത്താവിനെ അറിഞ്ഞ ശേഷം നമ്മൾ അതുവരെ ചെയ്തു വന്ന അതിക്രമങ്ങളും പാപങ്ങളും എല്ലാം ചുവരെല്ലാം ഇടിച്ചു, നമ്മൾ സ്വതന്ത്രരായി. പക്ഷേ പിന്നെയും നമ്മൾ ഈ ശരീരത്തിൽ പാപത്തിന് അതിൻ്റെതായ നിലയിൽ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ ചുമര് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? സിമന്റും കട്ടയൊക്കെ വെച്ച് കെട്ടിപ്പൊക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്താ നീ എൻ്റെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി തരാത്തത്? ആമേൻ. ആരാധന മുടക്കരുത് എന്നുള്ളത് ന്യായപ്രമാണത്തിലുള്ളതാണ്. നമുക്കറിയാം ആരാധന മുടക്കാൻ പാടില്ല. സമയം കറക്റ്റായിട്ട് ഉപയോഗിക്കണം. ആ സമയത്തിന് മുമ്പേ പള്ളിയിൽ കയറണം. ആ സമയത്തിന് മുമ്പേ നമ്മൾ പള്ളിയിൽ എത്തണം. ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അല്ല, ഇന്ന് അവർ ചെയ്യട്ടെ, അവർ ചെയ്തോട്ടെ, അതല്ല. പള്ളിക്കകത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് തുല്യമായിട്ടാണ്. എല്ലാവരും അതിനകത്തുള്ളതാണ്. പള്ളിക്കകത്ത് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അല്ല, അവർ ചെയ്യട്ടെ, ഇവർ ചെയ്യട്ടെ, അതല്ല. അവിടെ വരുമ്പോഴാണ് പാപം കയറുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു അനുഭവം കയറി വന്നു. ആ അനുഭവത്തിലേക്ക് നമുക്ക് വരാം. 11-ാമത്തെ വാക്യം, 12, 13, 14, 15, 16, 17, 18, 11, 12, 13, 14, 15, 16, 17, 18 വാക്യങ്ങളിലേക്ക് വരാം. വായിച്ചേ. യഹോവേ, എന്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരിഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. എന്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു. അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനും ആകുന്നു. എനിക്ക് മനപ്പിടകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. കണ്ടോ? അദ്ദേഹം സമ്മതിക്കുക. അദ്ദേഹത്തിന്റെ പാപത്തെക്കുറിച്ച് സമ്മതിക്കുക. അതുകൊണ്ടാണ് 73 സങ്കീർത്തനം ദാവീദ് എഴുതിയത്. എത്ര സങ്കീർത്തനം? 73 സങ്കീർത്തനം ദാവീദിനെ കൊണ്ട് ദൈവം എഴുതിച്ചു. അപ്പൊ തുറന്ന് സമ്മതിക്കുക. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ എൻ്റെ പാപത്തെ ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ കുറവിന് ഞാൻ സമ്മതിക്കുന്നു. സ്തോത്രം. ദൈവപൈതലേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേരെ എത്ര ശത്രു കൊടി പിടിച്ചാലും അതവൻ്റെ അവസാനത്തെ കൊടിയായിരിക്കും. അത് ഈ 7 ദിവസം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതവൻ്റെ അവസാനത്തെ കൊടിയായിരിക്കും. എൻ്റെ പൊന്നു ദൈവ പൈതലേ, കർത്താവിനെ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല ഞാൻ. ആണോ? നിങ്ങൾ ആരും കാശ് കൊടുത്ത് വാങ്ങിച്ചതാണോ? നീ 500 രൂപ താ, 1000 രൂപ താ, ഇപ്പം 100 രൂപ കൊടുത്ത കർത്താവിന് തരാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണോ? അല്ല. എങ്കിൽ ഞാനും നിങ്ങളും തെറ്റിപ്പോകും. ഇവിടെ നിങ്ങൾ ആരും കാണത്തില്ല. കർത്താവിന് രക്തം കൊടുത്താണ് എന്നെ വിലയ്ക്ക് വാങ്ങിച്ചത്. ആ ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ അതിൽ ഞാൻ ആ രക്തത്തിൻ്റെ വിലയാണ് ഞാനെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഈ ക്ലാസ്സിൽ ഒരു കാര്യം ഞാൻ പറയാം,
നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. കുറിച്ച് വെച്ചോ, കഴിയത്തില്ല. അപ്പൊ എത്ര വായി പിളർന്നാലും അവൻ്റെ വായ ദൈവം അടയ്ക്കും. സ്തോത്രം. ഈ ക്ലാസ് ഇരിക്കുന്നവരുടെ ഒരു കാര്യം പറയാം. നിങ്ങൾ എവിടെ പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പായിട്ടും വേറെ ആരോടും തരുത്, പറയരുത്. അടുത്തുള്ളവരോട്. എവിടെ പോകുന്നു? ഇന്നടുത്ത് പോകുന്നു എന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തല്ലേ പലരും പോകുന്നേ. അങ്ങനെയൊന്നും പോകരുത്. ചില കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അഭിഷക്തന്മാരോട് പറഞ്ഞു, അഭിഷക്തൻ ഇന്ന കാര്യത്തിന് പോകുന്നു, പ്രാർത്ഥിച്ചോ, ഓക്കെ. എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കളയരുത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പൂട്ട് വീഴുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിനകത്ത് വേദന നോക്കിക്കേ. 15-ാം വാക്യം, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു. ആമേൻ. എവിടെ ആയിരിക്കണം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പൈതലിന്റെ കണ്ണ് എവിടെ ആയിരിക്കണം? പറഞ്ഞേ. ആ പാസ്റ്റേ, ഈ ചിലരൊക്കെ വണ്ടി പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, സാധാ നേരെയാണ് നോക്കി ഓട്ടിക്കേണ്ടത്. ഇത് നേരെ നോക്കില്ല, ഇങ്ങനെ പമ്പര കറങ്ങും പോലെ കറങ്ങുന്നതാണ്. ചിലരൊക്കെ വണ്ടി ബൈക്ക് ഓട്ടിക്കുമ്പോൾ, കാർ ഓട്ടിച്ചാലും ശരിയല്ലേ, ചില വണ്ടിക്കാർ എനിക്ക് പേടിയാണ്. നേരെ നോക്കി ഓട്ടിക്കത്തില്ല. മുക്ക് മൂല ഇടവഴി വണ്ടിക്കകത്തൊക്കെ നോക്കി നോക്കി വണ്ടി ഓടിക്കുന്നതാണ്. നേരെ ദാവീദ് ഇത്തിരി നോക്കിയത് മതിയായി. 15-ാം വാക്യം പറയുന്നു, എൻ്റെ കണ്ണ് എപ്പോഴും എപ്പോഴും, സ്തോത്രം, എപ്പോഴും യഹോവയിലേക്കാകുന്നു. അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. കണ്ണെവിടെയായിരിക്കണം? കണ്ണ് എവിടെയായിരിക്കണം? കണ്ണ് സൂക്ഷിക്കണം. ചെറുതാ സാധനം, ചെറിയ സാധനമാണ്. കഴിഞ്ഞ ദിവസം ഒരു പയ്യനൂടെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. രാത്രിയാണ് വന്നത്. രണ്ടുപേരുണ്ടായിരുന്നു. കയറി വന്നപ്പോൾ എൻ്റെ പെട്ടെന്ന് അവൻ്റെ കണ്ണിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു കണ്ണേ ഉള്ളൂ. കയറി സിറ്റൗട്ടിയിരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് ആമേൻ കണ്ണടയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് അവനെ നോക്കിയപ്പോൾ ഒരു കണ്ണ് മാത്രം തുറന്നിരിക്കുന്നു, ഒരു കണ്ണടയ്ക്കുന്നു. ഹലോ സഹോദരാ, ഈ കണ്ണ്, ഒറ്റ കണ്ണുള്ളവനായി നീ സ്വർഗത്ത് പോകുന്നത് ഏറ്റവും നല്ലത്. അദ്ദേഹം കരയാൻ തുടങ്ങി. തിരുവനന്തപുരം ISRയിൽ കമ്പി മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തിരുന്ന സഹോദരനോട് കമ്പി പിടിച്ചേക്കാൻ പറഞ്ഞു. താൻ പിടിച്ചു. പക്ഷേ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ കമ്പി മുറിയുന്നത് തൊട്ട് മുമ്പ് തൻ്റെ പോക്കറ്റിൽ ഒരു ഫോൺ കോൾ വന്നു. ഫോൺ എടുക്കാൻ ഒരു കൈ മാറ്റിയത് കമ്പി മുറിഞ്ഞു. വിഷയം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കമ്പി മുറിഞ്ഞ് ഈ സുഹൃത്തിൻ്റെ കണ്ണിലേക്ക് തുളച്ചു കയറി. കംപ്ലീറ്റും അപ്പോഴേനെ എല്ലാം അങ്ങ് ഇല്ലാതായിപ്പോയി. അവിടെ വെച്ച കണ്ണ് കട്ടായി. താൻ കരയാൻ തുടങ്ങി. സ്തോത്രം. ദൈവകുഞ്ഞെ, നമ്മുടെ കണ്ണെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാധനമാണ്. അത് നോക്കേണ്ടത് മറ്റിടത്തുമല്ല. പറ, ഹോവേ, ഞാൻ നിങ്കലേക്ക് എൻ്റെ മനസ്സുയരുന്നു, ഞാൻ നിങ്കലേക്ക് എൻ്റെ കൈകൾ മലർത്തുന്നു, ഞാൻ നിങ്കലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. ഒരു വേദന വരുമ്പോൾ പൊട്ടിക്കരയണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസം എനിക്ക് തുറക്കാൻ പറ്റില്ല. ഭയങ്കര വേദനയായിപ്പോയി എനിക്ക്. അപ്പോൾ എങ്കിലും രാവിലെയുള്ള മെസ്സേജൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഞാൻ കുറേ വെള്ളമൊക്കെ അടുത്തുകൊണ്ട് വെച്ച് തട്ടിക്കൂട്ടിയൊക്കെ ഞാൻ കർത്താവ് എനിക്ക് മെസ്സേജ് രാവിലെ ഇടണം. അങ്ങനെ മെസ്സേജ് ഇട്ടു. പിന്നെ ഒരു 1-2-3 മണിക്കൂറത്തേക്ക് എനിക്ക് തുറക്കാം. ബ്ലഡും ഇതുമാറ്റി ഇങ്ങനെ മൊത്തം അങ്ങ് പഴുത്തുപോയി. ഈ ആൻറ്റിബയോട്ടിക്, പെയിൻ കില്ലർ, ഇതൊക്കെയാണ് അവർ തന്നത്. അതെല്ലാം കഴിക്കാതിരുന്ന ഞാൻ ഇത് കഴിച്ചപ്പോൾ എൻ്റെ വായെല്ലാം പുണ്ണായി. സ്തോത്രം. എന്നാൽ ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ആമേൻ ഇപ്പോൾ ഭയങ്കര സൗഖ്യം. ആമേൻ. കാരണം ഇതൊന്നും ശീലമില്ല, മരുന്ന് കഴിച്ച ശീലമില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത്. സ്തോത്രം. അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, എൻ്റെ കണ്ണ് ഞാൻ ഉയർത്തിയതെപ്പോഴും കർത്താവിങ്കിലേക്കാണ്. സ്തോത്രം. കർത്താവിങ്കിലേക്ക്. ഞാൻ പറഞ്ഞു, കർത്താവ് ശുശ്രൂഷിച്ചത് മതിയോ, പ്രസംഗിച്ചത് മതിയോ, എങ്കിൽ പൂർണ്ണമായിട്ട് നീ എൻ്റെ നാക്കിനെ മൊത്തം അങ്ങ് താത്തിക്കണം.
കാരണം എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾ താത്തു വെച്ചോ. കാരണം ഈ സംസാരിക്കാതിരിക്കുമ്പോൾ ഭയങ്കര വിമിഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെയൊക്കെ ഞാൻ ദൈവത്തോട് പറയുന്നൊരു മനുഷ്യനാണ്. പറഞ്ഞ് പിറ്റേ ദിവസം രാത്രി ഞാൻ ഉറങ്ങി, പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ മൊത്തം അങ്ങ് പോയി. ചിലപ്പോഴൊക്കെ ഞാൻ കയറി അങ്ങ് പിടിച്ചു കളയും ദൈവത്തെ, പഴി പറയും. പ്രൈസ് ദി ലോർഡ്. കാരണം വേറെ ആരോട് പറയാതിരിക്കില്ല, അതുകൊണ്ട് ദൈവത്തോടെ പറയും കൂടുതൽ. വേറെ ആരും പറയാനില്ലാത്തതുകൊണ്ട് ദൈവത്തോട് പറയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ ആയിരിക്കണം. ദൈവവുമായിട്ട് സംസാരിക്കാറുണ്ടോ നിങ്ങളാരെങ്കിലും? ദൈവവുമായിട്ട് സംസാരിക്കാറുണ്ടോ ആരെങ്കിലും? ദൈവവുമായിട്ട് തുടങ്ങിക്ക് നിങ്ങൾക്ക് ഒരു മൂഡ് ഓഫും കാണത്തില്ല. എന്ത് വിഷയം ഉണ്ടെങ്കിലും ദൈവമായിട്ട് ഷെയർ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇല്ലായ്മകൾ അറിയുന്ന ഒരേ ഒരാളാണ് ദൈവം. നിന്റെ ഹൃദയങ്ങൾ അറിയുന്ന ഒരേ ഒരു ഒരേ ഒരു വ്യക്തിയാ ദൈവം. സ്തോത്രം. നിന്റെ വേദനകൾ അറിയുന്നത് ഒന്ന് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ട് സംസാരിക്കും എല്ലാ സമയവും. ഒരു ദിവസം രക്ഷിക്കപ്പെട്ട് കത്രിമേശിക്കുന്ന ഒരു ദൈവ പൈതൽ 2 മണിക്കൂർ കുറഞ്ഞത് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കണം. 2 മണിക്കൂർ പോയിട്ട് 2 മിനിറ്റ് സംസാരിക്കുന്നില്ലല്ലോ. എന്താ പറ്റി? എവിടെയാ വീണു പോയത്? എന്താ സംഭവിച്ചത്? ദൈവത്തോട് സംസാരിപ്പാൻ വേറെ ഇതര കാര്യങ്ങൾ മാറ്റിവെക്കൂ, ദൈവത്തോട് സംസാരിക്കൂ. സരി സിസ്റ്ററെ, 2 മണിക്കൂർ ദൈവത്തോട് സംസാരിക്കണം, അന്യഭാഷയിൽ മാത്രം. തീരുമാനം എടുത്തോ. രാജ സിസ്റ്ററെ 2 മണിക്കൂർ സംസാരിക്കണം. പ്രഭ സിസ്റ്ററെ 2 മണിക്കൂർ സംസാരിക്കണം. കമല സിസ്റ്ററെ 2 മണിക്കൂർ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കണം. ദൈവം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിരിക്കുക, നിങ്ങൾ ആരും സംസാരിക്കുന്നില്ല. അനിൽ ബ്രദറെ ദൈവത്തോട് സംസാരിക്കേ. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ദൈവത്തോട് സംസാരിക്കണം. ദൈവത്തോട് സംസാരിക്കാൻ നമ്മൾ എപ്പോൾ തയ്യാറാകുമോ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. സംസാരിക്കണം കേട്ടോ. ഒരു പാരമ്പര്യമോ മാത്രമല്ല. ആമേൻ. ഞാൻ കരയാത്ത ഒരു ദിവസം പോലും ഇല്ല കേട്ടോ. കർത്താവിനോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞും കരയാത്ത ഒരു നിമിഷം പോലും ഇല്ല. അത് വാഹനത്തിലായിരുന്നെങ്കിൽ അങ്ങനെ ഹെൽമെറ്റ് അങ്ങോട്ട് താത്തു വയ്ക്കും, ഇല്ലെങ്കിൽ കാറിൻ്റെ ഗ്ലാസ്സെല്ലാം അടച്ച് AC ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ശബ്ദം വെളിയിൽ പോകത്തില്ല. ഒത്തിരി പൊട്ടിക്കരയും. ദൈവത്തോട് കേട്ടോ, മനുഷ്യനോടല്ല, ദൈവത്തോട് കരഞ്ഞു തുടങ്ങിക്കേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. അതാണ് ഇവിടെ ദാവീദ് പറഞ്ഞേ. സ്തോത്രം. എൻ്റെ കണ്ണ് ഞാൻ എപ്പോഴും ഇടവിടാതെ ഇമവെട്ടിയതാണ്. ആരെ കണ്ണെന്നറിയാമോ ഇമവെട്ടിയത്? പറ. ദൈവത്തെ, യേശുവിനെ നോക്കിയപ്പോൾ ഇമവെട്ടിയ ആരെ കണ്ണാണ്? യേശുവിനെ നോക്കിയപ്പോൾ ഇമവെട്ടിയത് ആരെ കണ്ണാണ്? ഹലോ BTH, ഹലോ BTH. യേശുവിനെ നോക്കിയപ്പോൾ ആരെ കണ്ണാണ് ഇമവെട്ടിയത്? യേശുവിനെ നോക്കിയപ്പോൾ ആരെ കണ്ണാണ് ഇമവെട്ടിയത്? പറഞ്ഞോ. അത് തന്നെ പറ. പ്രൊഫസർ പറഞ്ഞോ. എൻ്റെ പൊന്നെ, പത്രോസിന്റെ കണ്ണാ ഇമ വെട്ടിയപ്പോഴും താന്നു പോയത്. അവൻ ഇമ വെട്ടിയപ്പോഴത്തെ കർത്താവിന്റെ മുഖത്ത് കണ്ണ് മാറി നേരെ കണ്ടതെന്താ? കാറ്റ. അവൻ അതുവരെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വരിക. അവന് ചവിട്ടിയ വെള്ളം എല്ലാം പാറയായി തീർന്നു. പക്ഷേ അവന്റെ കണ്ണ് എപ്പോഴാണോ ഇമ വെട്ടി തുറന്നത് കാറ്റ് കണ്ടു താന്നു. സ്തോത്രം. അപ്പൊ എപ്പോഴും നമ്മുടെ കണ്ണ് എവിടെ ആയിരിക്കണം? ഇമ വെട്ടാൻ ചാൻസ് ഉണ്ട്, കാണാത്തത് കാണാൻ ചാൻസ് ഉണ്ട്. ആമേൻ. കാണാത്തത് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ആമേൻ നമ്മുടെ കണ്ണുകൾ ഇമ വെട്ടാറുണ്ട്. വെട്ടരുത്. സ്തോത്രം. ആമേൻ. നോക്കൂ, അടുത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. 17-ാമത്തെ വാക്യം. എനിക്ക് മനോപീഡകൾ. അല്ലേ, മനോപീഡ. എന്താണ് ഈ മനോപീഡ എന്ന് പറയുന്നത്? അറിയാമോ? ഒരാളിന് പറയാമോ മനോപീഡകൾ? നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് പറഞ്ഞേ. മനോപീഡ ഇല്ലാത്ത ആൾക്കാർ
ഇരിക്കണ ഇരിപ്പില്ല, എല്ലാത്തിനും ആർക്ക് മനോപീഠ ഇല്ല. ഓ, മനോപീഠ ഇല്ലാത്ത ആൾക്കാർ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും പേര് ഇത്ര നല്ല അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരിക്കണല്ലോ, ഞാൻ രക്ഷപ്പെട്ട്. മനോപീഠയെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റുമോ ആരെങ്കിലും? പറയാമോ? ഞാൻ ഇത് മ്യൂട്ട് ചെയ്ത് തരാം. പറഞ്ഞേ. രാജ് സിസ്റ്റർ പറഞ്ഞ മനോപീഠയെക്കുറിച്ച്, പ്രൊഫസർ സിസ്റ്റർ പറഞ്ഞ മനോപീഠയെക്കുറിച്ച്. ദിനീഷ് ബ്രദർ ഇവിടെ പോയോ? മാറിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കുമെന്ന് വിചാരിച്ചു. കണ്ട കൈ മാത്രമുണ്ട്. സ്വത്രം. ആർക്കുമില്ല പറയാൻ. പറ കമല സിസ്റ്ററെ, എന്താ വരട്ടെ? മനപീഠം പറയുമ്പോൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന വേദനകൾ, പീഡകൾ. അത് തന്നെ. മാനസികമായിട്ട് ഇതുവരയ്ക്കും പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ. ഇന്നലെ വരെ നമ്മോട് കൂടെ ഇരുന്ന് ആഹാരം കഴിച്ച് നമ്മോട് കൂടെ തോളി കൈയിട്ട് നമ്മുടെ കൂടെ ഒരു പായിരുന്ന് പ്രാർത്ഥിച്ച ആൾക്കാർ നമുക്കെതിരെ വാക്ക് പറയുമ്പോൾ വേദന വരൂ ഇല്ലേ? ഇത് തന്നെ ദാവീദിന്റെ മേൽ വന്ന വേദന, സംശയിക്കാനൊന്നുമില്ല. ഒരു വാക്യം വായിച്ചോ, ഇയ്യോബിന്റെ പുസ്തകം 13:26. ഇയ്യോബ് 13:26. ഇയ്യോബ് 13:26. കൈപ്പായുള്ളത് നീ എനിക്ക് എഴുതി വെച്ച് എന്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു. കണ്ടോ? കയ്പായുള്ളത് നീ എനിക്ക് എഴുതി വച്ചു. കയ്പായിട്ടുള്ളത്. കയ്പ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കയ്പ് ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും? കയ്പ്. ഓ, പാസ്റ്റർ എന്താ പറയുന്നത്? എനിക്ക് മധുരമാണെങ്കിൽ എത്രത്തോളം തിന്നാൻ പറ്റുമോ തിന്നും. എനിക്ക് കയ്പുള്ള ഒന്നും വേണ്ട പാസ്റ്ററെ. പാവയ്ക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമേ അല്ല. കയ്പല്ലേ അത്? കയ്പ്. കയ്പുള്ളതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. കയ്പുള്ളത് നീ എനിക്ക് എഴുതി വച്ചു, എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു. ഇപ്പോൾ യൗവനത്തിലെ അനർത്ഥങ്ങൾ അല്ലെങ്കിൽ ആ യൗവനത്തിലെ അകൃത്യങ്ങൾ എല്ലാം കൂടെ എടുത്ത് ഇയ്യോബിൻ്റെ മേലങ്ങ് ദൈവം വാദിക്കാൻ തുടങ്ങി. ശത്രു എല്ലാം എടുത്ത് പുറത്തിട്ടു. മൊത്തം ശരീരം മൊത്തം പഴുത്ത്. സ്തോത്രം. എല്ലാം പഴുത്ത് റെഡിയായി. വിലാപങ്ങളുടെ പുസ്തകം 3:41, ഫിലിപ്പിയർ 1:20, പുറപ്പാട് 33:13. വിലാപങ്ങൾ 3:41, ഫിലിപ്പിയർ 1:20, പുറപ്പാട് 33:13. എല്ലാം കൂടെ എടുത്ത് അവൻ്റെ മണ്ടയ്ക്കങ്ങ് വെച്ചു കൊടുത്തു. ഒരു കയ്പിൻ്റെ അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ ലേഖനം 5-ാം അധ്യായം, റോമലേഖനം 5-ാം അധ്യായത്തിന് 20-ാം വാക്യം പറയുന്നു, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകേണ്ടതിന് കൃപ അത്യന്തം വർദ്ധിച്ചു. സ്തോത്രം. അപ്പോൾ ഇപ്പോൾ എന്താ പെരുകുന്നത്? പറഞ്ഞേ. പാപം പെരുകിയ പാപം. കുറച്ച് നേരത്തെ അഭിഷിക്തൻ വചനം പറഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു കാര്യം പറഞ്ഞു, ഈ കാലഘട്ടങ്ങളിലെ അഭിഷിക്തന്മാരുടെ ജീവിതങ്ങൾ. സ്തോത്രം. ആമേൻ. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ആ 19, 20, 21 വാക്യം ഒന്ന് വായിച്ചേ. 19, 20, 21 നിങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ പഠിക്കുമ്പോൾ 16, 17, 18, 19, 20, 21. ഇപ്പോൾ വായിക്കേണ്ടത് 19, 20, 21. എന്റെ ശത്രുക്കളെ നോക്കണമേ, അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിന ദേഷ്യത്തോടെ എന്നെ ദേഷിക്കുന്നു. എന്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ.
അല്ല, നിഷ്കളങ്കത റോമാലേഖനം 5-ാം അധ്യായം 19, 20, 21. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. കണ്ടോ, കൃപ അത്യന്തം എന്ത് ചെയ്തു? വർദ്ധിച്ചു. പാപം ഉള്ളിടത്ത് എന്ത് ചെയ്തു? കൃപ വർദ്ധിച്ചു. ഇവിടെ ഒരു സപ്പോർട്ട് മരമുണ്ട്. സപ്പോർട്ടല്ലോ, റംബൂട്ടാൻ മരം. ഈ റംബൂട്ടാൻ മരം നിറഞ്ഞ് കാകണ് പഴുത്ത് കിടന്നു. കാക്ക, കിളി, ശലഭങ്ങൾ, വണ്ട്, തേനീച്ച, എവിടെ നിന്നെല്ലാം എന്തൊക്കെ സാധനമുണ്ടോ അതെല്ലാം ഇതിൻ്റെ മണ്ടയ്ക്കുണ്ട്. എന്നാൽ ഇതങ്ങ് തീർന്നു. ഇപ്പോൾ ആ ഇലയിൽ ഒരനക്കവും ഇല്ല, ഒരെണ്ണം പോലും അവിടെ തിരിഞ്ഞു നോക്കാനില്ല. അതിലൊരു കാക്ക പോലും വന്നിരിക്കുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? എന്താ കാര്യം? പറ. അതിലെന്തില്ല? റംബൂട്ടാനില്ല. ഇന്ന് പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഇവിടെ അടുത്ത സുഹൃത്തായിട്ട്. എന്ത് തിരക്കായിരുന്നു ഈ രാത്രിയൊക്കെ. അവിടെ അടിയായിരുന്നു ആ മരത്തിൻ്റെ പട്ടയ്ക്ക്. എന്നാൽ ഇത് വന്ന് മൊത്തം അടുത്ത് കഴിഞ്ഞപ്പോഴത്തേലേ ഇപ്പൊ ഒരു പല്ലി പോലും അല്ല, ഒരു ഉറുമ്പ് പോലും ആ മരത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല, അതിനകത്ത് ഫലം ഇല്ലാത്തതുകൊണ്ടാണ് സുഹൃത്തെ കാക്കയും പൂച്ചയൊന്നും ഇല്ലാത്തത്. അപ്പൊ ഫലം ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഇതേപോലെയുള്ള കുറേ ശത്രുക്കൾ ഇറങ്ങി വരും. ഇപ്പൊ കൃപയുണ്ട്, കൃപ പെരുകി. അവിടെ എന്ത് പറ്റി? പാപവും കൂടെ പെരുകി. സ്തോത്രം. അത്യന്തം പെരുകുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. കർത്താവ് പറഞ്ഞു 2-3 പേരുണ്ടെങ്കിൽ അവിടെ പറ ഞാനുണ്ട്. 2-3 പേരുണ്ടെങ്കിൽ ഞാൻ ഉണ്ട്. പിന്നെ എന്തിനാണ് അഭിപ്രായപ്പെടുന്നത്? എൻ്റെ സഭയിൽ ആൾ കുറവ്, അപ്പുറ സഭയിൽ ആളുണ്ട്, അപ്പുറത്ത് ആളുണ്ട്, അവിടെ നോക്കി ഇന്നലെ തുടങ്ങി അവിടെ ആളുണ്ട്, ഇത് അപ്പുറത്ത് നോക്ക് അവിടെ കുറേ പേരുണ്ട്, ഇത് കുറച്ചുകൂടി അപ്പുറത്തോട്ട് പോകും ഒരു 3 കിലോമീറ്റർ പറയും അവിടെ ഇഷ്ടം പോലെ പേരുണ്ട്, അവിടെ നോക്ക് പൂക്കുറ്റി, വെടിവെപ്പ്, തമ്പേറടി, പിന്നെ എന്തെല്ലാം ഉണ്ട്. ഭാരപ്പെടണ്ടെന്നേ. 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കടന്നു വരുമോ അവിടെ ഞാനുണ്ട്. എന്നിട്ട് പറഞ്ഞു ആളിൻ്റെ പെരുപ്പത്തിലല്ല, പറ മനസ്സിൻ്റെ ഒരുക്കത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്ന സഹോദരിമാർ ചോദിച്ചാൽ പറയും എത്ര പേരുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്? ഒരാൾ, ചിലപ്പോൾ 2 പേര്. ലിങ്ക് പോകുന്നത് ഇഷ്ടംപോലെ പേർക്ക് പോവും. പ്രാർത്ഥിക്കാൻ വയ്യ. ആ 1 മണിക്കൂർ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോവില്ലേ? എൻ്റെ പൊന്നെ, തുടങ്ങിയപ്പോൾ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. ഇതിനകത്ത് മെസ്സേജ്, വെടി, പൂക്കുറ്റി, പ്രവചനം, വെളിപ്പാട്, പക്ഷെ കുറേ സമയം കഴിഞ്ഞപ്പോൾ പ്രാപിക്കേണ്ടതെല്ലാം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം അങ്ങ് തണുത്തു. പ്രാപിക്കാത്ത ഒരാൾ പോലും ഇതിനകത്തില്ല. അതെ, ഇതിനകത്ത് തുടക്കത്തിലുള്ള ആൾ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളെ BTH. ഏതെല്ലാം രാജ്യത്തു നിന്നാണ് ഇതിനകത്ത് ആൾക്കാരൊന്നും അറിയാമോ? പക്ഷേ ഇന്ന് രാത്രി എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒറ്റ കാര്യം ഇതുണ്ട്. ആദിയിങ്കൽ കൈപ്പാണേലും അന്ത്യമോ മധുരമെത്രേ. ആദിയിങ്കൽ കൈപ്പാണേലും അന്ത്യമോ മധുരമെത്രേ. വരപരമേശ വരമരുളീണം നീ എത്രേ എൻ്റെ രക്ഷാദാനം. ആമേൻ. നമ്മുടെ ആദ്യം എന്തെന്ന് നമ്മൾ ചിന്തിക്കണ്ട, അവസാനം വളരെ മനോഹരമായിരിക്കണം. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രാരംഭമൊക്കെ നോക്കിയാൽ പേടിയാവും. എനിക്ക് തന്നെ പേടി, സ്വയമേ ഞാൻ തന്നെ പേടിച്ച് ഞെട്ടാറുണ്ട് എൻ്റെ പ്രാരംഭമൊക്കെ നോക്കിയാൽ.
പക്ഷേ ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതുകൂടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് മനോഹരമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവപൈതലേ, കർത്താവ് നമുക്ക് തരുന്ന സമയം പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ആമേൻ. അവിടെ നിൽക്കട്ടെ. അടുത്ത് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ തരാം, എഴുതിക്കോളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. 40-31. 1 രാജ 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. സങ്കീർത്തനം 18 അതിൻ്റെ 46-ാമത്തെ വാക്യം. 51 അതിൻ്റെ 1-ാമത്തെ വാക്യം. 34 അതിൻ്റെ 2-ാമത്തെ വാക്യം. ഒന്ന് രണ്ട് ഭാഗം എഴുതിക്കൊള്ളണേ. യഹോവയുടെ അനുഗ്രഹം, യഹോവയുടെ അനുഗ്രഹം. ഇവിടെ നിങ്ങൾക്കും ആ അനുഗ്രഹത്തിലേക്ക് സങ്കീർത്തനം 64 അതിൻ്റെ 2, ആമോസിന്റെ പുസ്തകം 3 അതിൻ്റെ 7, ഇയ്യോബ് 19-ന്റെ 19. പ്രാണസ്നേഹിതന്മാർ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന യഹോവയുടെ അനുഗ്രഹത്തോടെ ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് യഹോവ തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്നത് അബ്രഹാമിന് ദൈവം ഈ പദവി നൽകി മാനിച്ചതുപോലെ, അബ്രഹാമിന് ദൈവം ഈ പദവി നൽകി മാനിച്ചതുപോലെ തന്നെയാണ് പാപങ്ങളെ മോചിച്ച് കിട്ടിയ യഹോവഭക്തന്മാർക്കും. യെശയ്യാവിന്റെ പുസ്തകം 41-ന്റെ 8. ഓക്കെ. 123-ാം സങ്കീർത്തനം അതിൻ്റെ 1-ഉം 2-ഉം വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 1-ന്റെ 1. ഓക്കെ. ഇത്രയുമാണ് നമുക്ക് ഈ അധ്യായത്തിനകത്ത്. ലാസ്റ്റ് 22-ാമത്തെ വാക്യം കൂടെ, 20-ഉം 22 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 25-ന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എന്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. പ്രൈസ് ദി ലോർഡ്.
2 വാക്യങ്ങൾ എഴുതിക്കോളൂ. ആമോസ് 3:7, സങ്കീർത്തനം 31:4, 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16:12, സങ്കീർത്തനം 25:2. ദൈവമേ, ഇസ്രായേലിന് അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. ലാസ്റ്റ് ദാവീദ് പറഞ്ഞ് നിർത്തിയത്, ദൈവമേ, നിന്റെ ജനമായ ഇസ്രായേലിനെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും.